ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇഫ്താർ വിഭവമാണ്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പിലുള്ള ഒരു ഐറ്റമാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് പണികളൊന്നും ഇല്ല കേട്ടോ, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതേ ചിക്കൻ റോളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം, ബേക്കറി സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആട്ടോ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഡ്രൈഡ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുക്കുക. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുക്കുക കേട്ടോ. 1/4 ടീസ്പൂണാണ് 1/4 ടീസ്പൂൺ ഈസ്റ്റിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഇളം ചൂടുള്ള 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചൂടാവരുത്, അപ്പോൾ ഈസ്റ്റ് ഫെർമെൻ്റ് ആയിട്ട് കിട്ടൂല. ചെറിയൊരു ലൈറ്റ് ചൂട് മതി. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതൊന്ന് ഫെർമെൻ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഈസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫെർമെൻ്റ് ആയിട്ട് കിട്ടൂല 10 മിനിറ്റ് വെക്കുമ്പോൾ. അപ്പോൾ അത് ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം ഇത് ചെറുതായിട്ടൊക്കെ പൊങ്ങി വന്ന് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദയാണ് കേട്ടോ, അത് ഇതിലേക്ക് കറക്റ്റ് ആയിരിക്കും. 1/2 കപ്പ് കറക്റ്റ് 250 ml കപ്പിൽ 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ആദ്യം ഒന്ന് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. ഇത് ഇതിലേക്ക് കറക്റ്റ് ആയിരിക്കും. ഈ 1/2 കപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള ആ ചെറു ചൂടുവെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നല്ലോണം ടൈം എടുത്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഇതുപോലൊരു ബോളാക്കിയിട്ട് നമുക്ക് ഈ ഒരു ബൗളിൽ തന്നെ വെക്കാം. ഇത് നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ, ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അതിന് ചുറ്റും ഒന്നൊന്ന് സൺഫ്ലവർ ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു ക്ലിങ് ഫിലിം വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ഓരോ സ്ഥലത്തിനനുസരിച്ച് ചൂടിനനുസരിച്ച് ഡിഫറൻസ് വരാം. നല്ല ചൂടുള്ള ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും കേട്ടോ. ആ ഒരു സമയം നമുക്കിതിലേക്കുള്ള ചിക്കൻ ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫില്ലിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നാൽ സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ സവാള നന്നായിട്ട് വഴന്ന് വന്ന ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ, പേസ്റ്റെല്ലാം ചതച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ലാസ്റ്റ് ചേർത്താലും മതി കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു സമയത്ത് തന്നെ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചേർക്കുക, എന്നാലും നല്ല അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. നമ്മൾ പച്ചമുളക് എരിവിന് വേണ്ടി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കാശ്മീരി മുളക് പൊടി അധികം എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മസാലകളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കുക കേട്ടോ. അത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ ഒരു മസാലയ്ക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, സവാളയ്ക്ക് നന്നായിട്ട് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാട്ടോ, എത്രത്തോളം ടേസ്റ്റ് വേണം അത്രത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അത് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ട് കൈ വെച്ചിട്ട് പിച്ചിയിട്ടാണ് കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക കടിക്കാനൊക്കെ കിട്ടുമ്പോൾ. എന്നിട്ട് അത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം. ആ ഒരു മസാലയും ചിക്കനൊക്കെ നന്നായിട്ട് പിടിക്കുന്ന വരെ 1-2 മിനിറ്റ് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങി വന്ന് 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. പൊങ്ങി വന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് ഒന്ന് താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് കറക്റ്റ് ഒരു ബോൾസാക്കി എടുക്കുക. ഞാൻ ചെറിയ ചെറിയ ചിക്കൻ റോളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ 10 ബോൾസ്, ഇതുപോലത്തെ ചെറിയ 10 ബോൾസ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരേ വലുപ്പത്തിലുള്ള 10 ബോൾസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്.
അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസും അതുപോലെ മുട്ടയും വേണം അതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാൽ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മുട്ട തന്നെ മതിയെങ്കിൽ മുട്ട തന്നെ എടുത്താലും മതി. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 നുള്ളു കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഇതിൽ കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് ഓരോ ബോൾസ് എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് നീളത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നീളത്തിൽ പരത്തിയെടുക്കാം. നമ്മൾ ചിക്കൻ റോൾ നീളത്തിലുള്ള ഷേപ്പിലല്ലേ ഉണ്ടാവും, അപ്പോൾ നീളത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് അതിൻ്റെ അറ്റൊക്കെ ഒട്ടിപ്പിടിക്കണം കേട്ടോ. ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമാക്കി കൊടുത്താൽ മതി. എന്നിട്ട് സൈഡൊക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ കറക്റ്റ് ആ ഒരു ചിക്കൻ റോളിൻ്റെ ഷേപ്പിൽ കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന ഭാഗമൊക്കെ നല്ലോണം ഒട്ടിപ്പിടിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫില്ലിങ്ങൊക്കെ ഓയിലിലേക്ക് ചാടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു സൈഡിലായിട്ട് ഫില്ലിങ് വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ റോൾ ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം. സൈഡൊക്കെ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഷേപ്പാക്കി കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ 10 ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ 10 ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം എഗ് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം അങ്ങനെ ആദ്യം തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കൈ വെച്ചിട്ട് ഡിപ്പ് ചെയ്ത കൈ വെച്ചിട്ട് തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാണ്ട് മറ്റേ കൈ വെച്ചിട്ട് കോട്ട് ചെയ്താൽ ഒട്ടും ഇത് വേസ്റ്റായി പോവില്ല കേട്ടോ. ബ്രെഡ് ക്രംസ് ഒന്നും ഒട്ടും വേസ്റ്റായിട്ട് പോവില്ല. അങ്ങനെ 10 ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓയിലിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ 2 വീതം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ എല്ലാം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉള്ളിലൊക്കെ ആ ഒരു സ്ട്രക്ചറിലൊക്കെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ, അതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണ് ഇരിക്കണതെന്നൊക്കെ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചിക്കൻ റോൾ ഇതുപോലെ ആയിരിക്കുമല്ലോ. അത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ദോശ ചുട്ടെടുത്തിട്ടോ ഒന്നും അല്ല ഉണ്ടാക്കുന്നത്. ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്